ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ കല്യാണ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനന്തപുരിയിലെ പെണ്ണുങ്ങളെ എല്ലാവരെയും കൂടി ഒരു ഷോപ്പിങ്ങിന് തന്നെ പറഞ്ഞയക്കാനായിട്ട് അവിടുത്തെ മുത്തശ്ശനും മറ്റു മക്കളും കൂടി തീരുമാനിച്ചു. അതിനുശേഷം ഇവർ പെണ്ണുങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും വയറ് നിറയെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ വയറ് നിറയെ കഴിപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലും കാര്യങ്ങളിലും ഒക്കെയാണ് പാവങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാ ആദർശിനും അറിയാം എന്നുള്ളൊരു മാതിരിയിൽ നമ്മുടെ ആദർശം അവിടെ നല്ല ആളായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മസാലപ്പൊടിയിലൊന്നും നടക്കില്ല. അയ്യോ, മസാലപ്പൊടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ കുരുമുളക് പൊടി, എവിടെ കുരുമുളക് പൊടി ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. പെപ്പർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ എന്തായാലും കടിച്ചു പിടിച്ച് കൊച്ചുമോന് പണിയൊന്നും നടക്കത്തില്ല, പണിയൊന്നും അറിയത്തില്ല, ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം മുത്തശ്ശന് മനസ്സിലായി. മുത്തശ്ശൻ അന്നേരം ചോദിച്ചു, ഇന്ന് വല്ലതും നടക്കുവാടാ മക്കളേന്ന്. അത് പിന്നെ മുത്തശ്ശൻ, ഞാൻ നിനക്കറിയില്ലെങ്കിൽ അറിയില്ലെന്ന് നീ തുറന്നു പറയടാ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു മുത്തശ്ശൻ. അത് പിന്നെ മുത്തശ്ശൻ, ഞാൻ പറയുന്നത് കൊണ്ട് മുത്തശ്ശനൊന്നും തോന്നരുത്. സത്യം പറഞ്ഞാലേ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്നേരം അടുക്കളയുടെ അകത്ത് പോലും നേരെ ജോനെ കയറിയിട്ടില്ല മുത്തശ്ശ. പിന്നെ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്ന് നീ പറഞ്ഞതൊന്ന് അച്ഛൻ മകനോട് ചോദിച്ചപ്പം അത് പിന്നെ നിങ്ങളുടെ മുന്നിലേ അങ്ങ് ഒന്നും അറിയില്ലെന്ന് പറയാനുള്ളൊരു മടി കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിന്ന് ഓരോ കോപ്രായമൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്ന് അവരുടെ മുന്നിൽ എല്ലാവരും നാണം കെടും എന്നുള്ള കാര്യങ്ങൾ, അതായത് പെണ്ണുങ്ങളുടെ മുന്നിൽ നിന്ന് എല്ലാവരും നാണം കെടും എന്നുള്ള ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്താണ് അവിടെ പെണ്ണുങ്ങളെ എല്ലാവരെയും ഒരുക്കി കഴിഞ്ഞിട്ട് ബ്യൂട്ടീഷ്യന്മാരിങ്ങനെ അവർക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്ത് എല്ലാം സെറ്റാക്കി വെക്കുന്നത്. അപ്പോഴും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജലജയ്ക്കാണെങ്കിൽ കുശുമ്പ് മൂത്തിട്ട്, ജലജയാണെന്നുണ്ടെങ്കിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ജലജയും നവ്യയും കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. കാരണം ജലജയെ കൊണ്ട് സുല്ലിട്ടു ശരിക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ കനകത്തിനെ കൊള്ളിച്ചുകൊണ്ടാണ് വർത്തമാനം മുഴുവൻ പറയുന്നത്. അതിനനുസരിച്ച് നമ്മുടെ നവ്യയാണെങ്കിൽ ജലജയ്ക്കിട്ടുള്ള പണി കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു. ഈ ഒരുക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർക്കെല്ലാവർക്കും വേഷം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചുരിദാറായിട്ടും ഉടുപ്പായിട്ടും അങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇത്തവണ എല്ലാവർക്കും ഇടാനായിട്ട് കിട്ടിയത്. അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു നാണക്കേടൊക്കെ പോലെ അവർക്ക് ഇങ്ങനെ തോന്നുക. പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനിക്കൊക്കെ, അയ്യോ ഇത് ഞാനിടില്ല, എനിക്കിതിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നയനയ്ക്കൊക്കെ കൊടുത്ത സ്ലീവ്ലെസ് ആയിട്ടുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ആകെ ചമ്മലും മടിയും, ഇതൊന്നും ഇടാനായിട്ട് പറ്റില്ല എന്നുള്ളൊരിതിൽ. ആ സമയത്ത് നയനമോള് ഇത് ഇട്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു, ഒരു തവണയല്ലേ ഉള്ളൂ, അതങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് എന്നാൽ പിന്നെ അതങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇവരങ്ങനെ ചെയ്യുകയും ചെയ്തു. നയനെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ ഒക്കെ കണ്ണുന്തി നിലത്തി ആടി കിടക്കുകയാണ്. നയന ഒന്നിനും കൊള്ളില്ല, നയന 10 കാശിന് കൊള്ളില്ലാത്തവളാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ദേവയാനിയുടെ മുന്നിലേക്ക് ഒരു രാജ്ഞിയെ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു പേടമാനെ പോലെയൊക്കെ വന്ന് നിൽക്കുന്ന നമ്മുടെ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് കലി വരാതിരിക്കുമോ? ദേവയാനി ആകെ എന്താ വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനാമിക എന്ന് പറയുന്ന കുശുംബിയുടെ മുഖത്ത് വന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവളെ ഞാൻ അധിക കാലമൊന്നും ഇതിനകത്ത് വെച്ച് പൊറപ്പിക്കില്ല എന്ന് അനാമിക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അനാമികയ്ക്ക് നയനെ കണ്ടു കഴിയുമ്പോൾ കുശുമ്പ് അങ്ങ് കയറിയിട്ടേ. അങ്ങനെ ആ ഒരു ഇതങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും ഡ്രസ്സ് ഇടാനായിട്ടൊക്കെ പോയി. എല്ലാവരും ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുവാണ്. അപ്പോൾ ദേവയാനിയൊക്കെ ആണെങ്കിൽ ചുരിദാർ ഇട്ടിട്ട് ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്ത ദേഹത്തൊക്കെ എന്തോ കുത്തി കയറുന്നത് പോലത്തെ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ജലജയ്ക്ക് അതൊരു കുഴപ്പമില്ല, ജലജവിന് ഏത് വേഷവും കിട്ടുന്ന ആളായതുകൊണ്ട് അങ്ങനെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഇവർ വന്നു. അപ്പോൾ കൊള്ളാവോ ഏട്ടത്തി, ജലജ അല്ലെങ്കിൽ ജാനകി ഇത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ചുരിദാർ നന്നായിട്ട് ചേരുന്നുണ്ട് എന്നും പറഞ്ഞു നമ്മുടെ നയന പറയുമ്പോൾ, എനിക്ക് ചുരിദാർ ചേരുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ നേരത്തെ അറിയാം, അതിനിപ്പോൾ നീയായിട്ട് വലിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നയനയോട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നിനക്ക് ചുരിദാർ ചേരുമോ ഇല്ലയോ എന്നുള്ളത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ, ചുറ്റിനും കാണുന്നവരൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിന് നമ്മൾ വില കൊടുക്കണം ദേവയാനി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. മുത്തശ്ശി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറയാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇവരെല്ലാവരും റെഡിയായി. അത് കഴിഞ്ഞപ്പോൾ ബ്യൂട്ടീഷ്യന്മാരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇവർ പോകാൻ റെഡിയായിട്ട് താഴെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുടെ അടുത്തേക്ക് ചെന്ന് ഓരോരുത്തരായിട്ട് ചെല്ലുവാണ്. എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണുങ്ങളുടെ എല്ലാവരുടെയും കണ്ണുന്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അനന്തപുരി തറവാട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിൽ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞു. അതെ, ഞങ്ങളെന്നാൽ പോയിട്ട് വരാം, പിന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇവരെ ഏൽപ്പിച്ചിട്ട് പെണ്ണുങ്ങളെല്ലാവരും കൂടെ പോകും. അപ്പോൾ നയനയെ മാത്രം കണ്ടില്ല. നയന എവിടെ, നയനമോളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശനും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നയനമോള് വരുന്നുണ്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞു. അപ്പോൾ ആദർശം ഇങ്ങനെ കാത്തു നിൽക്കുക നമ്മുടെ നയനയെ കാണാനായിട്ട്. നയന എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണമല്ലോ, തൻ്റെ ഭാര്യ ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണ് വരുന്നതെന്ന് അറിയാനായിട്ട്
പോകാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദേ വരുന്നു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഇടിവെട്ട് സ്റ്റൈലിൽ നമ്മുടെ നയന. ആ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് നടുങ്ങിപ്പോയി. ഇത്രയും കാലം ഇത്രയും സൗന്ദര്യമുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണാണല്ലോ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ ജീവിച്ചതെന്നുള്ള ആ അറിവില്ലായ്മയിൽ അങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ ഞെട്ടുവാണ് നയനയുടെ പുത്തൻ ലുക്കിൽ. പക്ഷെ എന്താ പറയേണ്ടത്, കട്ട ഫാൻ എന്ന് പറയാം. ആദർശ് നയനയുടെ കട്ട ഫാനായി മാറുന്നു. അങ്ങനെ നയനയ്ക്കരികിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ മുത്തശ്ശിന് കാര്യം മനസ്സിലായി, അച്ഛനും ഒക്കെ കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരും കൂടി അന്നേരം പറഞ്ഞു, ആദർശേ നീങ്ങ് മാറി നിൽക്കടാ, മോളും എല്ലാവരും കൂടെ പോയിട്ട് വരട്ടേടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ചമ്മി. അത് പിന്നെ ഏട്ടത്തി ഈ വേഷത്തിൽ കണ്ടപ്പോഴേ ഏട്ടൻ്റെ കണ്ണ് തള്ളിപ്പോയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അനി അന്നേരം പറയാം, നീ പോടാ അവിടെ നിന്നും പറഞ്ഞ് ആദർശ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരല്ലേ ഏട്ടാന്ന് ചോദിച്ചു. അങ്ങനെ അവർ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. നയന വന്ന് ആദർശിനോടും യാത്ര പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വണ്ടിയൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോകണം. ഇവർ ഷോപ്പിങ്ങിന് പോകുന്ന ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ വിഷമിച്ച് മാറി നിൽക്കുക കേട്ടോ. ആദർശ് വിഷമിച്ച് മാറി നിൽക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഏട്ടാ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ നയനയുടെ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. നയനോട് താൻ കാണിച്ചതിനെ പറ്റി അല്ലെങ്കിൽ മര്യാദകേടിനെ പറ്റി, നല്ലൊരു ഭർത്താവാകാൻ ഇന്ന് വരെ കഴിയാത്തതിനെ പറ്റി, നയനയെ വേദനിപ്പിച്ചതിനെ പറ്റി, അതുപോലെ തന്നെ ഇപ്പോൾ അമ്മ നയനെ വേദനിപ്പിക്കുന്നതിനെ പറ്റി, അങ്ങനെ എല്ലാമായ കാര്യങ്ങൾ ഇവർ തമ്മിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഏട്ടന് കിട്ടിയ മഹാഭാഗ്യമാണ് ഏട്ടത്തി. അത് ഏട്ടൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. വല്യമ്മ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ മറ്റേതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ആ പെണ്ണൊന്നും ഇത് സഹിക്കാൻ തയ്യാറാവില്ലായിരുന്നു ഏട്ടാ. മറിച്ച് നയനേട്ടത്തി ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഏട്ടൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു കടപ്പാട് എന്നും ഏട്ടനേട്ടത്തിയോട് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാടാ, നയനയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണുങ്ങളും ഇതുപോലെ സഹിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു നമ്മുടെ ആദർശം ഇങ്ങനെ നയനയുടെ ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. എന്തായാലും ഇപ്പം എനിക്കറിയാം എൻ്റെ ഭാര്യ എൻ്റെ ഭാഗ്യമാണെന്ന്. ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തുമില്ല, ഞാനിട്ട് തട്ടിക്കളയത്തുമില്ലെന്ന് നമ്മുടെ ആദർശം എന്നിട്ട് നയനയോട് പറഞ്ഞു. നയനയുടെ കാര്യം അനിയോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞു, ഏട്ടൻ എന്തായാലും ഏട്ടനെ ചേരുന്ന ഒരു ആളെയാണ് ഭാര്യയായി കിട്ടിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തണലായി നിൽക്കുന്ന ഒരു പെണ്ണിനെ അല്ല എനിക്ക് ഭാര്യയായി വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അത് നിനക്ക് നിൻ്റെ തോന്നലാടാ. അതെ, അവൾ നല്ല കുട്ടിയാണ്, അനാമിക നല്ല കുട്ടിയാണെന്നൊക്കെ ആദർശ് പറഞ്ഞു. ഒരു കാഴ്ച കൊണ്ട് എന്തിരിക്കുന്നു ഏട്ടാ, ജീവിച്ച് തുടങ്ങുമ്പോഴല്ലേ അതിലെ പൊരുത്തക്കേടുകളും കാര്യങ്ങളെല്ലാം പുറത്തു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അനി ഇങ്ങനെ പറയാം. നീ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ അനിയനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പോയി വലിയ ജ്വല്ലറിയിലാട്ടെ അല്ലെങ്കിൽ തുണിക്കടയിലാട്ടെ ഒക്കെ കയറി ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്. പ്രത്യേകിച്ച് ജലജിയും ദേവയാനിയും ജാനകിയും. എന്നാൽ നവ്യയും നയനയും കനകവും അങ്ങനെ വലിയ പൊടിപൊടിക്കലും കാര്യങ്ങളൊന്നുമില്ല. അവരവരുടേതായ രീതിയിൽ മാന്യമായ രീതിയിൽ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിക്കൊണ്ട് അവരങ്ങനെ നിൽക്കുക. പക്ഷേ മറ്റേ 3 എണ്ണങ്ങൾ, അതിൽ ജാനകിയെ പറയേണ്ട കാര്യമില്ല, ബാക്കി 2 എണ്ണങ്ങൾ ആ കട മുഴുവനോടെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. തുള്ളലും ചാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞറിയിക്കാൻ മേലാത്ത എന്താ പറയുക, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചോന്ന് പറയാം. അങ്ങനെ 2 ജന്മങ്ങൾ അവിടെ കിട്ടാവുന്നിടത്തോളം സാധനങ്ങൾ മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് ഇങ്ങനെ പോരുന്നു. ഈ സമയത്ത് അവിടെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർ വരാറായി, അവർ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ആണുങ്ങൾ വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല, അവർക്ക് ഇന്നത്തെ ദിവസം ഫുഡ് കൊടുക്കലും നടക്കില്ല എന്ന് മുഖത്ത് മുത്തശ്ശനോടുള്ള കാര്യം നമ്മുടെ ജയനും അനിയനും കൂടെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് പാചകം അറിയാവുന്ന ആരെയെങ്കിലും വിളിക്കണം, അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ആരെ വിളിക്കും എന്ന് ഇവർ ചോദിച്ചു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. അപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളയെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. അയ്യോ, അദ്ദേഹം നമ്മുടെ ഈ ചെറിയ ആവശ്യത്തിനൊക്കെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുത്തശ്ശനുമായിട്ട് ഭയങ്കര കമ്പനിയാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ വിളിച്ചാൽ വരാതിരിക്കില്ല. അവരുടെ എല്ലാ വലിയ വലിയ ഫംഗ്ഷൻസുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പിള്ളയാണ് അവരെ സഹായിക്കുന്നതെന്നും അതുപോലെ തന്നെ പിള്ള വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലിങ്ങനെ കാര്യങ്ങൾ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശനോട് അദ്ദേഹത്തിനെ വിളിക്കാൻ പറയാം. അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് മുത്തശ്ശൻ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ ഫോൺ എടുത്തു, വിളിച്ചു സംസാരിച്ചു. എന്നിട്ട് അനന്തപുരിയിൽ ഇന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഒന്ന് താൻ ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരാം സാർ എന്ന് പറഞ്ഞു തീർന്ന തൊട്ടടുത്ത നിമിഷം അദ്ദേഹം അനന്തപുരി തറവാട്ടിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ആ ഒരു ബഹുമാനവും സ്നേഹവും കരുതലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുത്തശ്ശനോടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴേക്കും ഇവരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉമ്മറത്ത് ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാം.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആഹാ, എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ അങ്കിള് വരാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. എന്തായാലും ഇവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടെ പർച്ചേസിങ്ങിനായിട്ട് പോയിരിക്കും. അവർ വരുമ്പോഴേക്കും അവരെ കന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വരാൻ ഇനി അധികം ടൈമില്ലെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പിടിച്ചൊരു സദ്യ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടി തന്നാൽ മതിയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ദേ നമ്മുടെ ഷെഫ് പിള്ള സാറും ബാക്കിയുള്ള അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ നല്ലൊരു കിടുക്കാച്ചി ആട്ടിപ്പൊളി സദ്യ തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെ ആട്ടവും പാട്ടും അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചിരിയും കളിയും തമാശകളും ഒക്കെ ആയിട്ട് ആ അടുക്കള ഒരു സ്വർഗമാക്കിക്കൊണ്ട് നമ്മുടെ ഷെഫും അതുപോലെ തന്നെ ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ആ ഒരു ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന പെണ്ണുങ്ങൾ വിശന്ന് പരവേശപ്പെട്ടാണ് വരുന്നത്. വന്നിരിക്കുന്നതും ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു. പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നവർക്ക് വയറ് നിറയെ പെണ്ണുങ്ങൾ ഭക്ഷണം വിളമ്പുക. ആ ഭക്ഷണം ഓരോന്നെടുത്ത് നാവിലേക്ക് വെക്കുമ്പോഴും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അതിശയം ഉണ്ടാകുന്നു. എങ്ങനെയെന്നാലും ഇത്രയും കറികളും ചോറും അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ ഇത്ര നേരം കൊണ്ട് ഇവരെങ്ങനെ ഉണ്ടാക്കി? ഒരു പപ്പടം പൊരിക്കാൻ പോലും അറിയാത്ത, ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അറിയാത്ത ഇവർ എങ്ങനെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ള ഒരു സംശയമാണ് അവർക്കെല്ലാവർക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശനോട് ചോദിച്ചു, അതെ, ഇദ്ദേഹം എങ്കിലും സത്യം പറ, നിങ്ങൾ തന്നെയാണോ ഈ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പം അതെ, ഞങ്ങൾ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. ഞങ്ങളെല്ലാവരും എല്ലാത്തിനും ഓളിനോളായിട്ട് നിന്നു. പക്ഷേ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് മറ്റൊരാളായിരുന്നു എന്ന് പറഞ്ഞു. മറ്റൊരാളോ? അതാരാ? അപ്പം നിങ്ങളല്ലേ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്? ഭക്ഷണം ഉണ്ടാക്കിയ ആളെ നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു മുത്തശ്ശൻ. കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഷെഫ് പിള്ള സാറിനെ അങ്ങോട്ടേക്ക് വിളിക്കുക. അദ്ദേഹം വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അവരെല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ മൂർത്തി സാർ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും വയറും ഒക്കെ ഒരുപോലെ നിറഞ്ഞില്ലേന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് ആ സാറിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുമായിട്ടുള്ള സംസാരത്തിൽ പുതിയ വിശേഷങ്ങൾ, കല്യാണത്തിനെ പറ്റി അങ്ങനെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ അദ്ദേഹം വന്നതിനും അതുപോലെ ഇവരുടെ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തതിനും ഒക്കെ ഒരുപാട് നന്ദി കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് പറയുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അനന്തപുരം തറവാട്ടിൽ നടക്കുന്നത്. അതിനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് അനിയാണ്. അനിയുടെ കല്യാണവും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ അനന്തപുരം തറവാട്ടിൽ ഉണ്ടാവണത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷത്തിൽ എല്ലാവരും നമ്മുടെ സാറിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ കൂടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരു സെൽഫി എടുക്കാനൊക്കെ ആഗ്രഹിച്ച് സെൽഫിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് സന്തോഷമായി അനന്തപുരം തറവാട്ടിൽ വരാനും അവിടെയുള്ള എല്ലാവരെയും കാണാനും ഒക്കെ. പിന്നെ നമ്മുടെ നയനയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നയന നല്ലൊരു ഡിസൈനർ ആയതിൻ്റെ പേരിൽ നയനയ്ക്ക് കിട്ടിയ ആ ഒരു അംഗീകാരത്തിന് അദ്ദേഹത്തിൻ്റെ വക ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം നയനെ അവരെല്ലാവരും അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഒന്നും ഈ പറയുന്ന നമ്മുടെ ദേവയാനിക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുശുമ്പാണ് ഒന്നാമത്തെ കാര്യം. പുറകിൽ നിന്ന് ചെവി കടിച്ചു പറിക്കാനായിട്ട് ജലജ എന്ന് പറയുന്ന മുതലും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ ബാക്കി പറയേണ്ട കാര്യം വല്ലതുകൊണ്ടോ ഒരു കാര്യമില്ല. എന്തായാലും കുശുമ്പും കുന്നായ്മയായിട്ടൊരു സൈഡിൽ നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. നയന കയറി പോകാനുള്ള പടവുകൾ താണ്ടി നമ്മുടെ നയന കയറി പോവുകയും ചെയ്യും. എന്തായാലും നമ്മുടെ മോഡേൺ നയനയെ കണ്ട് തല കറങ്ങി അല്ലെങ്കിൽ എന്താ പറയുന്നത്, നയനയുടെ കട്ട ഫാനായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ വരുമ്പോൾ ഒരു പ്രണയവും കല്യാണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കിടുക്കൻ എപ്പിസോഡും ഒക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എന്തായാലും നയനയുടെ ആ ഒരു ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ നയനയെ കണ്ടിട്ട് കുശുമ്പ് മൂത്തിട്ട് അനാമിക എന്ന് പറയുന്ന പന്നപ്പെണ്ണ് ഇങ്ങനെ മനസ്സിൽ ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്നു. അവളുടെ നയനയെ കാണുമ്പോഴുള്ള കുശുമ്പ് കാരണമാണ് ഉള്ളിലിരിപ്പൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറമേ ചിരിച്ച് കാണിച്ചുകൊണ്ട് ഉള്ളിൽ കഴുത്തറക്കാനുള്ള ദേഷ്യത്തിലാണ് ഈ അനാമിക നിൽക്കുന്നത്. അനാമികയോട് ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ അനാമികയ്ക്ക് ഇവരെന്തോ ഒരു ബദ്ധശത്രു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതും നന്ദുവിൻ്റെ ആ ഒരു ബേസിലായിരിക്കണം ഒരു പക്ഷേ അനാമിക ഇവരെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ നവ്യയുടെ അരികിൽ അനാമികയുടെ ഒരു കളി നടക്കില്ല. നയന ഇങ്ങനെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നയനയെ പിന്നെ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയുകയോ ചൊറിയുകയോ അടിക്കുകയോ മാത്തുകയോ ഒക്കെ ചെയ്തിട്ട് പോവാമല്ലോ. പക്ഷെ നവ്യയുടെ അടുത്ത് കളിയൊന്നും നടക്കില്ല. ഉള്ളത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, കൊടുക്കേണ്ടത് സ്പോട്ടിൽ നമ്മുടെ നവ്യ കൊടുക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് ഈ അനാമിക എന്ന് പറയുന്നവളിൽ നിന്നും നമ്മുടെ ദേവയാനിക്ക് കിട്ടുന്ന തിരിച്ചടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്.
അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി സൺഡേ.